ലോകത്തെ തന്നെ വീണ്ടും ആശങ്കയിലാഴ്ത്തുകയാണ് എബോള വൈറസ്. ആഫ്രിക്കൻ രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, സുഡാൻ എന്നിവിടങ്ങളിൽ എബോള വൈറസ് വ്യാപനം അതിവേഗം പടരുകയാണ്. ലോകാരോഗ്യ സംഘടന ഇതിനെ അന്താരാഷ്ട്ര ആശങ്ക നിറഞ്ഞ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെ 600ഓളം പേർക്ക് ബാധിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കുന്നതായും 139 പേർ മരണപ്പെട്ടതായും ലോകാരോഗ്യ സംഘടനയുടെ മേധാവി തന്നെ അറിയിച്ചു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ വൈറസ് വ്യാപനം ശക്തമായതിനാൽ വരും ദിവസങ്ങളിൽ മരണസംഖ്യയും രോഗബാധിതരുടെ എണ്ണവും ഇനിയും ഉയർന്നേക്കാമെന്നാണ് വിലയിരുത്തൽ. വൈറസിന്റെ അപൂർവ ഇനമായ ബുണ്ടിബുഗ്യോ വകഭേദമാണ് ഇപ്പോൾ പടർന്നു പിടിക്കുന്നത്. വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലെ കൊച്ചി വിമാനത്താവളത്തിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അതായത് ജാഗ്രത വേണ്ട സമയം എന്ന് ചുരുക്കം. എന്താണ് എബോള? എബോളയെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കണം, എങ്ങനെ കരുതണം, എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നാണ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കുന്നത്. ആദ്യം നമ്മൾക്കിതിൻ്റെ പ്രധാന രോഗലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. അത് ഒന്ന് കടുത്ത പനി, മറ്റൊന്ന് തലവേദന, പേശിവേദന. സാധാരണഗതിയിൽ നമുക്ക് ഇത്തരം അസുഖങ്ങളൊക്കെ പല അസുഖങ്ങളും വരുമ്പോൾ ഇതൊക്കെ വരാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും എബോള എന്നുള്ളൊരു സാഹചര്യം രൂപപ്പെട്ട സ്ഥിതിക്കും പ്രത്യേകിച്ച് കൊച്ചിയിലൊക്കെ ഇതിൻ്റെ നിരീക്ഷണം ശക്തമാക്കിയ സ്ഥിതിക്കും നമുക്കും ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി വരുന്നവരോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരോടെങ്കിലുമായി ഇടപഴകുന്നവരാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഓർമ്മിക്കുക. അപ്പോൾ രോഗലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. മറ്റൊന്ന് ഛർദി, വയറിളക്കം, തൊണ്ടവേദന. ഗുരുതരാവസ്ഥയിൽ ആന്തരികാവയവങ്ങളുടെ തകരാറും രക്തസ്രാവവും ഉണ്ടാകാം എന്നാണ് എബോളയുടെ രോഗലക്ഷണങ്ങൾ പറയുമ്പോൾ പ്രത്യേകമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. മറ്റൊന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വിധം. മനുഷ്യരിലാണല്ലോ ഏറ്റവും അധികം ആശങ്കയുണ്ടാകുന്നത്. അതായത് രോഗബാധയുമുള്ള മൃഗങ്ങളുടെ മാംസം വഴിയോ സ്രവങ്ങൾ വഴിയോ ഇവ പകരാം എന്നാണ് പറയുന്നത്. അത് ഏതൊക്കെ മൃഗങ്ങൾ എന്ന് നോക്കുകയാണെങ്കിൽ കുരങ്ങുകൾ, വവ്വാലുകൾ മുതലായവ രോഗവാഹികളാകാം എന്നാണ് പറയുന്നത്. ഇവയൊക്കെ രോഗം വഹിക്കുകയും ഇവയുമായൊക്കെ ഇടപഴകുമ്പോൾ തീർച്ചയായും ഇവരുടെ സ്രവങ്ങളൊക്കെ നമ്മളുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ നമുക്ക് ഈ രോഗം ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. മറ്റൊന്ന് മനുഷ്യരിലേക്ക് പകരുന്നത് രോഗബാധിതരായ വ്യക്തികളുടെ രക്തം, വിയർപ്പ്, ഉമിനീർ, വിസർജ്യം തുടങ്ങിയവ ശരീരസ്രവങ്ങളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്നത് വഴി ഈ രോഗം മനുഷ്യരിലേക്ക് പകരാം എന്നുകൂടി പറയുന്നു. വ്യക്തി ശുചിത്വം പാലിക്കണം. ഇതാണ് ഏറ്റവും വലിയ പ്രതിരോധ മാർഗമായി മുന്നോട്ട് വെക്കാനുള്ള കാര്യം. അത് വ്യക്തി ശുചിത്വം പാലിക്കുക, രോഗലക്ഷണങ്ങൾ ഉള്ളവരുമായി അടുത്തിടപഴകാതിരിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ ഓർക്കേണ്ട കാര്യം. മറ്റൊന്ന് രോഗബാധിത പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുകയും വേണം. മറ്റുള്ളവരിൽ നിന്നും ഐസൊലേഷനിൽ കഴിയുകയും ചെയ്യുക. അതായത് രോഗലക്ഷണമുള്ളവർ തീർച്ചയായും അത് നമുക്കങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് അത് പകരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് സ്വയം അവരൊരു സെൽഫ് ലോക്ക്ഡൗൺ പോലെയോ ഐസൊലേഷൻ പോലെയോ ചെയ്യുക എന്നുള്ളതാണ്. ഇനി എബോള വൈറസ് വ്യാപനവുമായി ബന്ധപ്പെട്ട് കൊച്ചി വിമാനത്താവളത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു. സിയാലും എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷനും അടിയന്തര യോഗം നിലവിൽ ചേർന്നിട്ടുണ്ട്. എബോളയെ നേരിടാൻ സംസ്ഥാനത്ത് പ്രതിരോധ സംവിധാനവും ഒരുക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, വലിയ ജാഗ്രതയിലാണ് ലോകം മുഴുവൻ. അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തും അത്തരം ജാഗ്രതകളുണ്ട്, ഇന്ത്യയിലുമുണ്ട്. തീർച്ചയായും നമ്മുടെ കൊച്ചി സിയാലുമായി ബന്ധപ്പെട്ട് വലിയ യോഗങ്ങളൊക്കെ ചേർന്നിരുന്നു. ഇതിലൊക്കെ ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലുകളാണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്? ആരോഗ്യവകുപ്പ് എത്രത്തോളം ജാഗ്രതയിലാണ്? ഷാമിലി, WHO ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടുകൂടി ഈ എബോള വൈറസ് വലിയ രീതിയിലുള്ള ഭീതി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും കോങ്കോ, ഉഗാണ്ട, സൗത്ത് സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ കാര്യമായി തന്നെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ 3 ഇവരുടെയൊക്കെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത്. ഐസൊലേഷനിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതായി വരും. എറണാകുളം ജനറൽ ആശുപത്രി, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, ആലുവ താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, ഈ 3 ഇവർ ഐസൊലേഷനിൽ വെക്കുക. അതോടൊപ്പം തന്നെ വിമാനത്താവളങ്ങളിൽ സുരക്ഷ ശക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അവിടെയുള്ള നിരീക്ഷണ സംവിധാനം ശക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും 21 ദിവസത്തെ ട്രാവൽ ഹിസ്റ്ററി, യാത്ര ചെയ്യുന്നവരുടെ ട്രാവൽ ഹിസ്റ്ററി
നോക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇത്തരം ആളുകൾ വരുമ്പോൾ അവർ പ്രത്യേകിച്ചും ഇങ്ങനെ നേരത്തെ ഷാമിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഈ രോഗവ്യാപനത്തിന് സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്നോ വരുന്ന ആളുകളുമായി ഇടപഴകിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരക്കാരുമായി ഏതെങ്കിലും തരത്തിലുള്ള സമ്പർക്കം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി അവർ തന്നെ സ്വയം പൂരിപ്പിച്ച് നൽകുന്ന ഒരു ഫോം അത് ഈ യാത്രക്കാരിൽ നിന്നും സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം, വിമാനത്താവളത്തിൽ 24 മണിക്കൂറും സർവൈലൻസ് സംവിധാനം ശക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മാത്രമല്ല തെർമൽ സ്കാനിങ്, നേരത്തെ നമ്മൾക്കറിയാം നോവൽ കൊറോണയൊക്കെ വരുന്ന സമയത്ത് തെർമൽ സ്കാനിങ് സജ്ജീകരിച്ചിരുന്നു. ഒപ്പം തന്നെ അതെല്ലാം ആ സജ്ജീകരണങ്ങളെല്ലാം തന്നെ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. വിഷ്വൽ ഇൻസ്പെക്ഷൻ, കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 21 ദിവസത്തെ ഇവരുടെ ഒരു ട്രാവൽ ഹിസ്റ്ററിയും ഒപ്പം തന്നെ ഇവർ സ്വയം പൂരിപ്പിച്ച് നൽകുന്ന ഒരു ഫോമും ഒരു സാക്ഷ്യപത്രവും അവിടെ നൽകേണ്ടതായി വരും. മറ്റൊന്ന്, ഈ നമ്മൾക്കറിയാം ഇപ്പോൾ ബുണ്ടിബുഗോ വൈറസാണ്, അതായത് എബോള വൈറസിൻ്റെ തന്നെ 5 വകഭേദങ്ങളിലൊന്നായിട്ടുള്ള ബുണ്ടിബുഗോ ആണ് വലിയ കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വൈറസിന് ഇതുവരെയും മരുന്നോ അല്ലെങ്കിൽ വാക്സിനോ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 30 മുതൽ 50% വരെയാണ് ഇതിൻ്റെ മരണനിരക്ക്. ഭയപ്പെടേണ്ടതാണ്. അക്കാര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ നിരീക്ഷണം ഇത്രയധികം ശക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്. ഈ നിരീക്ഷണം ശക്തമാക്കുന്ന ഘട്ടത്തിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യാത്രക്കാർ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അവർ സ്വയം സാക്ഷ്യപത്രം തയ്യാറാക്കി കൊടുക്കണം. മറ്റൊന്ന്, നിരീക്ഷണത്തിലേക്ക് പോകണം. ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഈ എബോള വൈറസിൻ്റെ അല്ലെങ്കിൽ എബോള രോഗത്തിൻ്റെയൊക്കെ തുടക്കമെന്ന് പറയുന്നത് തൊണ്ടവേദന, തലവേദന, ചെറിയ പനി, ഇതൊക്കെ ആയിരിക്കാം. പക്ഷേ 2 മുതൽ 21 ദിവസം വരെയാണ് ഈ രോഗത്തിന് അല്ലെങ്കിൽ വൈറസിന് ശരീരത്തിലേക്ക് കടക്കാനുള്ള സമയവും ആ വൈറസ് വലിയ രീതിയിലുള്ള കുഴപ്പമുണ്ടാക്കാനുള്ള സമയവും. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ നമ്മൾ വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുകയും ഇക്കാര്യങ്ങളെല്ലാം അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു നടപടികളിലേക്ക് നമ്മുടെ എയർപോർട്ട് അതോറിറ്റി പോയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അതിൽ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത് യാത്രക്കാരും പാലിക്കേണ്ടതാണ്. ഒപ്പം തന്നെ നമ്മുടെ സംവിധാനങ്ങൾ സിയാലിൻ്റെയും ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെയും എല്ലാം സംയുക്തമായ ഒരു സജ്ജീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം ദിവസവും ലക്ഷക്കണക്കിന് യാത്രക്കാർ കടന്നു പോകുന്ന ഒരു വിമാനത്താവളം കൂടിയാണിത്. പ്രത്യേകിച്ചും ഉഗാണ്ട, കോങ്കോ, സൗത്ത് സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യാറുണ്ട്. ബംഗളൂരു, ഡൽഹിയിലൊക്കെ എത്തിയ യാത്രക്കാർ ഡൊമസ്റ്റിക്കിലോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ വിമാനങ്ങളിലോ ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെവിടെയൊക്കെയാണ് നിരീക്ഷണത്തിൽ വെക്കേണ്ടത്? ഒന്ന് ആലുവ ജില്ലാ ആശുപത്രിയാണ്, മറ്റൊന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജാണ്, കൂടാതെ എറണാകുളം ജനറൽ ആശുപത്രിയാണ്. ഈ ആശുപത്രിയിലെ അവരെ ഐസൊലേഷനിലേക്ക് കൊണ്ടുപോകേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായാൽ അങ്ങനെ തന്നെ കൊണ്ടുപോകേണ്ടി വരുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എബോള വൈറസിനെ നേരിടാൻ വേണ്ടി നമ്മുടെ നാടും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾക്കറിയാം നോവൽ കൊറോണ വരുന്ന സമയത്ത് എങ്ങനെയൊക്കെയായിരുന്നു സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എയർപോർട്ട് തന്നെയാണ് ഇതിന് ആദ്യ ചുവട് വെച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്നും കൂടുതൽ മനുഷ്യരിലേക്കും അവരുടെ ശ്രവം വഴി പകരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടുകൂടിയാണ് കാര്യങ്ങളെല്ലാം നോക്കിക്കാണുന്നത്. ഷാമിലി. ശരി.